അശോക, നീ എന്താടാ പറയാന്ന് പറഞ്ഞു വിളിച്ചേ? എന്താ പറ. എടാ, നീ ഇങ്ങോട്ട് വന്ന കാര്യം അറിയാതെ ഞാൻ വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോ സുബ്ബലക്ഷ്മി ആരാ? നിന്നോടാ ഞാൻ ചോദിച്ചത്. സുബ്ബലക്ഷ്മി ആരാ? ആണോ? എടാ, മേമ എന്നോട് ഇതേ കാര്യം സംസാരിച്ചാടാ. ആ കുട്ടി സിഹിയല്ല, നിന്നെ ആരോ പറ്റിച്ചതാന്ന് പറഞ്ഞു. മേമയോട് സത്യം പറയാമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അപ്പോഴാണ് ഞാൻ നിനക്കെന്ന വാക്കോർത്ത്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാഞ്ഞത്. എടാ, മേമയ്ക്ക് ഇത്രയും ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് നാളെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറില്ലേ? ഇറ്റ്സ് ബെറ്റർ ഐ ടെൽ ടു ഹെർ. നോ രാമ, ഇതാ ഞാൻ വേണ്ടെന്ന് പറയുന്നത്. ഇത് നമുക്കിടയിൽ മാത്രം നിൽക്കേണ്ട സീക്രട്ടാ. മറ്റാരും ഇത് അറിയണ്ട. നമ്മളെ കൂടാതെ ഒരാൾ അറിയരുതെന്ന് പറഞ്ഞാൽ അറിയരുത്. എടാ, സുബ്ബലക്ഷ്മി താൻ സുബിയാണെന്ന് യൂഷ്വലി മേമയോട് പറഞ്ഞതായിരിക്കും. അവള് ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തറിയാം? മേമയ്ക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. സുബി ഈ സീക്രട്ട് മറച്ചു വെക്കണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞതുപോലെ അവള് കൊച്ചുകുട്ടിയാ. അവൾ എപ്പോ വേണമെങ്കിലും സത്യം വിളിച്ചു പറയും. പക്ഷേ സത്യം ആരും അറിയാത്ത രീതിയിൽ നമ്മൾ വേണം നോക്കാൻ. ഈ രഹസ്യത്തിന് നമ്മൾ എപ്പോഴും കാവൽ നിൽക്കണം. എടാ, എന്ന് പറഞ്ഞ ഇനി ഇത് എത്ര നാളത്തേക്കാടാ? എത്ര കാലമാണെന്നോ? നമ്മൾ അവസാനം വരെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. നിനക്ക് തോന്നുന്നില്ലേ മേമ സത്യം പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന്? പ്രോബ്ലം ആകും രാമ. എന്ത് പ്രോബ്ലം? മേമ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞെന്ന് വെച്ചോ, അല്ലെങ്കിൽ വേണ്ട സീതയോട് തന്നെ ഇവള് സിഹിയല്ല സുബിയാണെന്ന് പറഞ്ഞെന്ന് വെച്ചോ. മനഃപൂർവ്വം പറയുന്നല്ല, അബദ്ധത്തിൽ പറഞ്ഞു പോയാ അപ്പൊ നീ എന്ത് ചെയ്യും? എടാ, ഈ കാര്യം നമുക്കിടയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് സീക്രട്ട്. പുറത്താരെങ്കിലും അറിഞ്ഞ സീത ഇതറിയാൻ അധികം സമയമെടുക്കില്ല. ഓർമ്മ വേണം. പറയുന്നതാ നിനക്ക് നല്ലത്. എനിക്കിപ്പോ ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അച്ഛൻ, അമ്മ, കളിക്കാൻ, കഴിക്കാൻ എല്ലാം ഉണ്ടല്ലോ. എല്ലാം നിന്റെ അല്ലേ? ഇപ്പൊ ഇതെല്ലാം നിന്റെയാ. ഇതൊക്കെ എന്താ സാധനം പോലും എനിക്ക് അറിയുമായിരുന്നില്ല. ഇതൊക്കെ കിട്ടാൻ ഞാൻ എന്നും സ്വപ്നം കാണുമായിരുന്നു. പക്ഷെ നിനക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെയല്ലേ? എന്ത് ഭംഗിയുള്ള വീടായത്. എത്ര സന്തോഷായിട്ടാ ജീവിക്കുന്നേ. മഴ വേണമെന്ന് പറഞ്ഞ മഴയെ തന്നെ കൊണ്ടുവരും. നിന്റെ ചുറ്റിൽ എല്ലാവരും ഉള്ളത് നിന്റെ ഭാഗ്യാ. പക്ഷെ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം നിനക്ക് ഇല്ലാതായല്ലോ. നിനക്ക് വിഷമമൊന്നും തോന്നുന്നില്ലേ സിഹി? സുബി, ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. സീതമ്മയുടെ കൂടെയും അച്ഛന്റെ കൂടെ സന്തോഷായി കളിച്ച് ചിരിച്ചിരിക്കാൻ വേണ്ടി തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് ആദ്യത്തെ പോലെ ആകാൻ കഴിയില്ലല്ലോ സുബി. ഞാനിപ്പോ നിന്നെ പോലെ നിൽക്കുമ്പോ നിനക്ക് വിഷമം തോന്നാറുണ്ടോ? ഇല്ലല്ലോ. നീ ഇപ്പൊ നല്ല ഹാപ്പി അല്ലേ? എനിക്ക് അത് മതി. നീ വന്ന ശേഷാ എന്റെ സീതമ്മയ്ക്ക് ഭേദമായത്. നിങ്ങളെ എല്ലാരും കാണുമ്പോ ഞാനും ഹാപ്പി. സുബി, എന്തിനാ നീ കരയുന്നേ? നീ എങ്ങനെ ഇത്ര നല്ലവളായേ? അതെന്താണെന്ന് വെച്ചാ എന്റെ അമ്മയും നല്ലവരാ, അതുകൊണ്ടാ ഞാനും നല്ലവരായത്. നീ ഒരു കരച്ചില് കുട്ടിയാണോ? ഏയ്, ഞാൻ കരച്ചില് കുട്ടിയൊന്നുമല്ല. പിന്നെ എന്തിനാ കരയുന്നേ? കണ്ണു തുടച്ചോ? സീതമ്മ ഇതെങ്ങാനും കണ്ട സീതമ്മയ്ക്ക് വിഷമാവില്ലേ? ഇവിടെ വന്ന ശേഷം എനിക്ക് നല്ല സന്തോഷമുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ എത്ര നല്ലവരാ. എന്നെ ചക്കരെ, പൊന്നുമോളെ എന്നൊക്കെയാ വിളിക്കുന്നത്. സിഹി, ഇവിടെ നീ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നേ? ടൈമായി വാ. നിങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷായിരുന്നു. ഇപ്പോ നിങ്ങൾ പോകാൻ നിൽക്കുമല്ലേ, ശരിക്കും നല്ല വിഷമമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണം.
ഞങ്ങൾക്കും അതൊരു സന്തോഷ. റാം, നിങ്ങൾക്കിപ്പോ സന്തോഷായോ? പഴയ സീതയെ നിങ്ങൾക്ക് കിട്ടിയോ? പഴയ സീതയെ കാണണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ പഴയ മെമ്മറീസ് എല്ലാം റീക്രിയേറ്റ് ചെയ്ത് എനിക്ക് തന്നല്ലോ. എന്നാ നിങ്ങൾക്ക് മാത്രം മാജിക് എല്ലാം അറിയുള്ളൂന്നുണ്ടോ? ഇങ്ങനെ ചേച്ചി മഴ പെയ്യിക്കാനും ഇങ്ങനെ ചേച്ചി മഴ നിർത്താനും ഒക്കെ. ഞാനും എന്റെ മോളൊന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ, ഭൂതകാലത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ പിക്നിക്കിന് കൊണ്ടു. അതും ഒരു മാജിക് തന്നെയല്ലേ? ഓഹോ, അത് സൂപ്പർ മാജിക്കാ. നിങ്ങൾ മൂന്നുപേരും വീട്ടിലെത്തിയ ശേഷം അമ്മയുടെ കൈകൊണ്ട് ദൃഷ്ടി എടുപ്പിക്കണം. ആരുടെയും ദുഷ്ട കണ്ണ് നിങ്ങളുടെ മേല് വീഴരുത്. ശരി അമ്മേ. വീട്ടിലെത്തിയിട്ട് ഇവരെ നശിപ്പിക്കുന്നവരെ തന്നെ ദൃഷ്ടി എടുക്കണോ? ശരി, പോയാലോ? മുത്തശ്ശി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. നിങ്ങൾക്ക് സന്തോഷായി മോളെ. മുത്തശ്ശ, പോയി വരാമേ. പോയി വാ മോളെ. മുത്തശ്ശി, പോയി വരാമേ. അച്ഛാ, അമ്മേ, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. പോയി വാ മോളെ. Yeah, it was fun. സീത, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ മേമ, സീതയ്ക്ക് എന്ത് പറ്റി? അവൾക്ക് ദേ ഒരു കുഴപ്പമില്ലല്ലോ. അമ്മേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എനിക്കെന്താ കുഴപ്പം? അല്ല, നീ ഡെയിലി കഴിക്കുന്ന മരുന്ന് കഴിക്കാതെയല്ലേ പോയത്? അതുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനായി പോയി. അല്ല സീത, ആ മെഡിസിൻസ് ഡെയിലി കഴിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലേ? ഏത് മെഡിസിനാ അമ്മേ? നിനക്ക് വയ്യായി ഉള്ളതല്ലേ സീത? അതിന്റെ മരുന്ന്. സുബി, എന്തൊക്കെ സംഭവിച്ചാലും സീതമ്മ ആ മെഡിസിൻ കുടിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് തടയേ. ശ്വേത, ജ്യൂസ് എടുത്തിട്ട് വാ. ബഡിബങ്കരമ്മ ആന്റി, നിങ്ങൾ എത്ര നല്ലവരാ. സീതമ്മ എത്ര നന്നായിട്ടാ നോക്കുന്നേ. കൊടുക്ക. താങ്ക് യു. കുടിക്ക് സീത. സീതമ്മ, ഞാൻ റൂമിൽ പോവാണേ. സുബി, ഗുഡ് ജോബ്. നീ ശരിക്കും മിടുക്കിയാ. ശ്വേത ചേച്ചി, പ്ലീസ് ഇതൊന്ന് വന്ന് ക്ലീൻ ചെയ്യാവോ? സിഹി, നോക്കിയിട്ട് ജമ്പ് ചെയ്യണ്ടേ മോളെ? നോക്ക്, മെഡിസിൻ മൊത്തം താഴെ പോയി. സോറി സീതമ്മ എന്ന് പറ. സോറി സീതമ്മ. ഇറ്റ്സ് ഓക്കെ മോളെ, നീ മനഃപൂർവ്വം തട്ടിയൊന്നുമല്ലല്ലോ. സീത, ഇത് അവൾ അറിയാതെ തട്ടിയതല്ലേ? പാവം കുട്ടിയല്ലേ, വഴക്കൊന്നും പറയണ്ട. ഈ കുട്ടി ഞാൻ ആരാണെന്ന് അറിയാതെയാണോ എന്നോട് ഈ കളിക്കുന്നതൊക്കെ? ശ്വേത, ഒരു ഗ്ലാസ് ജ്യൂസ് കൂടി കൊണ്ടുവാ. വേണ്ടമ്മേ, എനിക്കിപ്പോ ഒരു വയ്യാഴികയില്ല. ഞാൻ ഓക്കെയാണ്. മാത്രമല്ല, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ മെഡിസിൻ എടുക്കാറില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ മെഡിസിൻസ് ആണെന്നാ ഞാൻ വിചാരിക്കുന്നത്. എല്ലാം അങ്ങനെ അങ്ങ് ശരിയായിക്കോളും. അമ്മേ, ഇനി നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. സിഹി, വാ. സീത, സീത, ഈ അപ്പു, ആ, അവൾ ആ മെഡിസിൻസ് കഴിക്കാതെ പോയത്. നിനക്ക് അവളുടെ കണ്ടീഷൻ അറിയാവുന്നതല്ലേ? നോക്കി നിൽക്കുന്ന എന്താ? അവളെ വിളിക്കേ. മേമ, നിങ്ങൾ വെറുതെ ടെൻഷനൊന്നും ആവല്ലേ. കുറച്ച് കേട്ടോ, ഞാൻ തന്നെ കൊടുത്തോളാം. ബഡിബങ്കരമ്മ ആന്റി, എന്റെ സീതമ്മയ്ക്ക് പൊടി കലർത്തി കൊടുക്കുമല്ലേ? ഇനി അതൊന്നും നടക്കാനേ പോകുന്നില്ല.
ഇവര് സീതയ്ക്ക് കൊടുക്കുന്നത് മരുന്ന് തന്നെയാണോ അതോ വേറെന്തെങ്കിലും ആണോ? റാം, നിങ്ങളിപ്പോ എന്തിനാ ഇത്രയും തിരക്ക് കാണിക്കുന്നത്? നിനക്കൊരു സർപ്രൈസ് ഉണ്ട് സീത. അതെന്താന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നീ പോയി ആരുടെ അടുത്തേ പോ. ദൈവമേ, ഞങ്ങളുടെ ലൈഫിലേക്ക് നീ സിഹിയെ സുബ്ബിയുടെ രൂപത്തിൽ തിരിച്ചു തന്നു. ഇതിന് നന്ദി പറയാന്നല്ലാതെ മറ്റൊന്നിനും എനിക്ക് സാധിക്കില്ല. നിന്നെ ഒന്ന് ദർശിക്കാൻ ഞങ്ങൾ വരുക. ഇനിയെങ്കിലും പറ, എന്താ സർപ്രൈസ്? സർപ്രൈസോ? അതെന്ത് സർപ്രൈസാ? പറയും, ഞങ്ങളൊന്ന് കേക്കട്ടെ രാമ. പറയുന്നില്ലമ്മേ. ഒന്നുമില്ല മേമ, ഞങ്ങൾ മൂന്നുപേരും ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി ഒരു ലോങ് ട്രിപ്പ് തന്നെ പോവാ. ലോങ് ട്രിപ്പ് പോവാണെന്നോ? എങ്ങോട്ടാടാ രാമ? മഹാകുംഭമേളയ്ക്ക് പോവാ ചെറിച്ച. മഹാകുംഭമേളയ്ക്കോ? ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞ എന്നെ വഴക്കൊന്നും പറയല്ലേ. എല്ലാം മുത്തശ്ശന്റെ ഐഡിയ. നമ്മൾ മൂന്നുപേരും പുണ്യസ്നാനം ചെയ്ത് വരാനാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ ലൈഫില് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? അതൊക്കെ മാറണ്ടേ? അവിടെ പുണ്യസ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാവുന്ന വിശ്വാസം. ഇൻഫാക്ട് 144 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ മഹാകുംഭമേള നടക്കാറുള്ളൂ. ഇത് നമുക്കെല്ലാം കാണാൻ പറ്റുന്നത് തന്നെ വലിയ പുണ്യം ചെയ്തുകൊണ്ടാ. മുത്തശ്ശനൊരു ആഗ്രഹം പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. റാം, ഇപ്പൊ ഞാൻ ഒരുപാട് സന്തോഷവതിയാ. മഹാകുംഭമേളയ്ക്ക് പോകുന്നേക്കാൾ വേറെ എന്ത് പുണ്യം എനിക്കിനി കിട്ടാനുള്ളത്? നമ്മൾ 3 പേരെ പോകുന്നുള്ളോ? അമ്മയും മേമയും ചെറിയച്ഛന്മാരും അനിയും എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്? അത് പിന്നെ സീത, ഞങ്ങള് വരണമെന്ന് വെച്ചാ ഞങ്ങൾ ഈ പോകുന്നവരെ അറിയുന്നത് തന്നെ ഇപ്പോഴാ. ഭാർഗവ്, നീയും അറിയുന്നത് ഇപ്പോഴല്ലേ? അതല്ലടാ രാമ, ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ വരുമായിരുന്നില്ലേ? സോറി ചെറിയച്ച, മുത്തശ്ശൻ ഓൾ ഓഫീസർ ഇങ്ങനെ പ്ലാൻ ചെയ്തല്ലേ. അതുകൊണ്ട് എനിക്കും സീതയ്ക്കും സിഹിക്കുള്ള ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. സോറി മേമ. സോറിയൊക്കെ എന്തിനാടാ? നീയും സീതയും കുഞ്ഞും കൂടി പോകുന്നതാ എനിക്ക് കാണാൻ ഇഷ്ടം. എന്റെ അപ്പു കുംഭമേളയിൽ പോയി സ്നാനം ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പോലെ. പോയി വാടാ. താങ്ക് യു സോ മച്ച് മേമ. റാം, എപ്പോഴാ നമ്മുടെ ഫ്ലൈറ്റ്? ഓൾറെഡി ലേറ്റ് ആയി. നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങണം സീത. അയ്യോ, ഞാൻ ലഗേജ് ഒന്നും പാക്ക് ചെയ്തില്ലല്ലോ. ഞാൻ വേഗം ആക്കിയിട്ട് വരാമേ. സീ വാ. സിഹി, ഞാനിനി വിമാനത്തിൽ പറക്കാൻ പോവാണോ? നീ ഒറ്റയ്ക്കല്ല, നമ്മൾ എല്ലാരും ഫ്ലൈറ്റിൽ പോവാൻ പോവാ. മേമ, ഞങ്ങൾ ഇറങ്ങട്ടെ? ഇറങ്ങട്ടെ അമ്മേ. പോയി വാടാ. നിങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നീ സീതയും കുട്ടിയും ശ്രദ്ധിക്കണം കേട്ടോ. ഷോ മേമ. പിന്നെ പുണ്യസ്നാനം ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഓർക്കണം കേട്ടോ. ഞങ്ങളുടെ പാപങ്ങളും ഇല്ലാതാവട്ടെ. തീർച്ചയായും. വരുമ്പോ ഗംഗാജലം കൊണ്ടുവരാൻ മറക്കരുത്. ബൈ ചെറിയച്ച. ബൈ 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 അമ്മേ. ബൈ. പോയിട്ട് ഹാപ്പി ജേണി. ബൈ ചെറിച്ച. ബൈ ബൈ.
എത്ര ആൾക്കാരാ വന്നേക്കുന്നേ നോക്കറോ. ഇവരൊക്കെ പുണ്യസ്നാനം കഴിഞ്ഞ് പോകുന്നവരാണെന്നാ തോന്നുന്നേ. ഇൻഫാക്ട് ലിറ്ററലി ഒരു ദിവസം കോടിക്കണക്കിന് ആളുകൾ എവിടെ വന്ന് പോകുന്നത്. സിഹിമോളെ, നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ പിടിച്ച് വേണം നടക്കാൻ. ഒറ്റയ്ക്ക് എവിടെയും പോകരുത്. നോക്കിയേ, ഇത്രയും ആൾക്കാരുള്ളത് ഇവിടെ. നിങ്ങൾ മലയാളികളാണോ? അതെ. ഇത് മോളാ? അതെ. ഹായ് മോളെ. അച്ഛന്റെ കൈ മുറുക്കെ പിടിക്കണം കേട്ടോ. ബൈ. വാ. എന്തിനാ ഇവളെ എടുക്കുന്നേ? ഇവൾക്ക് ഭാരം കൂടിയിട്ടുണ്ട്. നിങ്ങക്ക് നടക്കാൻ കഴിയില്ലേ? എന്റെ മകൾ എനിക്ക് ഒരിക്കലും ഒരു ഭാരമാകില്ല. സിഹി, അച്ഛനെ തോളി ഇരുന്നിട്ട് എല്ലാരും കാണാൻ കഴിയുന്നുണ്ടോ? എത്ര ആൾക്കാരെ ഇവിടെ മുഴുവൻ സൂപ്പറായിട്ട് കാണുന്നുണ്ട്. എന്നെയോ ഇപ്പൊ അച്ഛനും അമ്മ ഇങ്ങനെ എടുത്ത് നടക്കുവായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ. സിഹിക്ക് ഇപ്പൊ ഇവര് അച്ഛനാണെങ്കിൽ ഞാനിപ്പോ ഇവരുടെ മകളല്ലേ. റാം, ലോകം ഒരുപാട് മോഡേൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംസ്കാരത്തോടുള്ള ബഹുമാനവും ദൈവത്തോടുള്ള ഭക്തിയും കുറഞ്ഞിട്ടില്ലെന്ന് ഈ കുംഭമേള തന്നെയാ തെളിവ്. സത്യം സീത, എനിക്ക് എന്തായാലും ഇപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഈ രാമന് സീതയെ കിട്ടിയതും ഈ സീതയ്ക്ക് രാമനെ കിട്ടിയതും നമ്മൾക്ക് രണ്ടുപേർക്കും ഈ ചക്കര സിഹിയെ കിട്ടിയതും ഇതെല്ലാം നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഫാക്ട് 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ കുംഭമേള നമുക്ക് 3 പേർക്കും കാണാൻ പറ്റുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യം ചെയ്തോണ്ടാ. ആ പറഞ്ഞതിൽ ഒരു സംശയം വേണ്ടറാം. നമ്മളെ ഏതെങ്കിലും സാധു സന്യാസിമാര് കണ്ട് നമ്മളെ ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ റാം? അങ്ങനെ നമ്മുടെ തല എഴുതിയിട്ടുണ്ടെങ്കിൽ അതും നടക്കും സീത. നീ വാ, നമുക്ക് നോക്കാം. ഭാർഗു, അല്ല ഭാർഗു, ഈ വീട്ടിൽ നിനക്കിപ്പോ ഒരു വിലയില്ലാത്ത അവസ്ഥയല്ലോ ഭാർഗു. ഈ ടീമിൽ നിന്ന് പുറത്തു നിർത്തുന്ന പ്ലെയർ അല്ലേ, അവരുടെ അവസ്ഥയാ നിനക്ക്. നിന്നോട് ആരും ഒന്നും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. നോക്ക് ഭാർഗു, ഈ രാമൻ നീ വളർത്തി വലുതാക്കിയ മകൻ നിന്നോടൊരു വാക്ക് പറയാതെ കുംഭമേള എന്ന് പറഞ്ഞു ഒറ്റ പോക്കങ്ങ് പോയി. ഭാര്യയുടെയും മകളുടെയും കൂടെ. അച്ഛൻ അവരോട് പറഞ്ഞു, ഇവൻ അവരെയും കൊണ്ട് പറന്നു. പക്ഷെ നീ ആ കാര്യം അറിഞ്ഞതേ ഇല്ലല്ലോ ഭാർഗു. ഓ, നീ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് മുടക്കൂന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? വിശ്വ, അല്ല ഭാർഗു, അവര് പോയപ്പോ തൊട്ടേ നീ ഒന്നും മിണ്ടാതിരുന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. എന്താ? എന്തോ വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്താ ഭാർഗു അത്? സ്ട്രാറ്റജി അല്ല, വന്നെന്റെ സംശയങ്ങൾ ഒരുപാട് സ്ട്രോങ് ആവുന്നു. സംശയങ്ങള് എന്ത് കാര്യത്തില്ല ഭാർഗു? അല്ല, ആ രാമൻ സിഹിയെ പോലൊരു കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവളാണ് സിഹി എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ പിതാശ്രീ അവര് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ആ കുട്ടി സിഹിയാണെന്ന് അംഗീകരിച്ചില്ലേ? പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിക്കുന്നുണ്ടോ? നിന്റെ ആ പിതാശ്രീ തന്നെയാ പറഞ്ഞത്,
ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സീതയ്ക്കെല്ലാം ഭേദാവൂന്ന്. എന്നുവെച്ചാ ഈ നടക്കുന്ന പ്ലാനുകളിലെല്ലാം നിന്റെ പിതാശ്രീക്കും കൂടി പങ്കുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരാളും എന്നോടൊരു വാക്കുപോലും പറയാതെ രഹസ്യമായിട്ടിപ്പോ കാര്യങ്ങൾ നീക്കുന്നത്. നടക്കട്ടെ മിസ്റ്റർ ദേശായി, നിങ്ങളുടെ കളി നിങ്ങൾ കളിച്ചോ. എന്റെ ഉത്സവം ഞാൻ നടത്തിക്കോളാം. ഭാർഗു, ഇനി എന്താ നിന്റെ പരിപാടി? അവരെ പോലെ ഞാനും പറയുന്നില്ല, ചെയ്ത് കാണിച്ചു തരാം. അയ്യോ സർക്കസ് അല്ലേ? അയ്യോ ഇറക്ക് ഇറക്ക് ഇറക്ക്. അയ്യോ സൂക്ഷിച്ച്. അയ്യോ സർക്കസ്. ആ. ഇത് ഞാനും ചെയ്യും. എന്താ ഇങ്ങനെ നടക്കാൻ പറ്റുമോ നിനക്ക്? റാം, ഇവൾക്ക് കയറിലൂടെ നടക്കാൻ പറ്റുമെന്ന്. അത് പിന്നെ സീതമ്മ. സുബി, അതൊന്നും ഇപ്പൊ സീതമ്മയുടെ മുമ്പിൽ പറയണ്ട കേട്ടോ. ആ, ഇവളെ അമ്പലത്തിൽ വെച്ചും സർക്കസ് നോക്കി നിന്നിരുന്നില്ലേ? കറക്റ്റ്. അത് അവളുടെ സ്കൂളിന്റെ അടുത്ത് എന്തോ സർക്കസ് ഒക്കെ നടന്നിരുന്നു. അവളത് എന്താന്ന് ചോദിച്ചു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അവൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ. ഓ, ആ എന്നാലും പാവം ഉണ്ടല്ലേ റാം. സ്കൂളിൽ പോകേണ്ട സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയല്ലേ കുട്ടികൾക്ക്. ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? ആ സീത, പക്ഷെ എന്ത് ചെയ്യാനാ, വയറ്റിപ്പഴപ്പല്ലേ. ദൈവത്തിന് വിശ്വാസമുള്ള എല്ലാവർക്കും നല്ലതേ നടക്കുള്ളൂ സീതമ്മ. എനിക്കിപ്പോ ഉണ്ടായില്ലേ അതുപോലെ. നിനക്കതിന് എന്താ സംഭവിച്ചേ? കേട്ടില്ലേ അവൾ ഓരോന്ന് പറയുന്നേ? എന്റെ മോള് മിടിക്കുകയാണെന്ന് പറയണോ അതോ ഇത്ര വേഗം വലുതാവണ്ടെന്ന് പറയണോന്ന് എനിക്ക് അറിയില്ല. എന്റെ മോളിപ്പോ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താണാവോ, എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പുണ്യസ്നാനത്തിന് നമ്മൾ ലേറ്റ് ആവുന്നുണ്ട്. പോയാലോ മോളെ? പോടാ.